സിസ്റ്റംസ്, സഹകരണവും മറ്റ് സമ്പദ് വ്യവസ്ഥകളും. ഇതിൽ പ്രധാനമായും വരുന്നത് ക്യാപിറ്റലിസം, സോഷ്യലിസം ആൻഡ് കമ്മ്യൂണിസം. ഈ 3 എക്കണോമിക് സിസ്റ്റംസ് എന്തൊക്കെയാണെന്നും കോപ്പറേഷനുമായിട്ടുള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. The method of regulating economic activities of nations is called economic system. There are 3 important economic systems prevailed in the world: capitalism, socialism and communism. ആദ്യം capitalism. Cooperative movements originated in the world in order to eradicate the evils of capitalism. ക്യാപിറ്റലിസത്തിൻ്റെ ഡീമെറിറ്റ്സ് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് കോപ്പറേഷൻ ഫോം ചെയ്തത്. Capitalism stands for an economic order in which the instruments of production, means land, labor, capital and organization, are owned and controlled privately and production takes place for profit. പ്രൈവറ്റ് എൻ്റർപ്രൈസസ് ആണ് ഈ ക്യാപിറ്റലിസത്തിൽ ഊന്നി വർക്ക് ചെയ്യുന്നത്. അതായത് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്യാപിറ്റൽ. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ ഓഫ് പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് മോട്ടീവ് is a feature of capitalism. It is the oldest economic system. In a capitalistic economy, the means of production are owned by private individuals or organization and they are free to make use of them in any manner with a view to making profit. ഇവിടെ ബിസിനസ്സും ഇൻഡസ്ട്രീസും ഓർഗനൈസ് ചെയ്യുന്നത് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. ഓണർഷിപ്പ് പ്രൈവറ്റ് പീപ്പിളിൻ്റെ കയ്യിലായിരിക്കും. ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് സിസ്റ്റം ഓഫ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതായത് പ്രൈവറ്റ് ഓണർഷിപ്പ്, പ്രോഫിറ്റ് മോട്ടീവ്, എക്കണോമിക് ഫ്രീഡം, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ക്യാപിറ്റലിസത്തിൽ കട്ട് റോട്ട് കോമ്പറ്റീഷനാണുള്ളത്. റോൾ ഓഫ് പ്രൈസ് മെക്കാനിസം, അതായത് വില നിയന്ത്രിക്കുന്നതും ഈടാക്കുന്നതും ഒക്കെ പ്രൊഡ്യൂസർ, അതായത് പ്രൈവറ്റ് പീപ്പിൾ തന്നെയാണ്. ലിമിറ്റഡ് റോൾ ഓഫ് ഗവൺമെൻറ്, ഗവൺമെൻറ്റിന് വളരെ കുറഞ്ഞ ഇൻ്റർഫിയറൻസ് മാത്രമേ ക്യാപിറ്റലിസത്തിൽ ഉള്ളൂ. എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് കോമ്പറ്റീഷൻ, കോമ്പറ്റീഷൻ ക്യാപിറ്റലിസത്തിൽ വളരെ കൂടുതലാണ്. അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ, പുവർ പീപ്പിളിനെ റിച്ച് പീപ്പിൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ക്യാപിറ്റലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ്. ഇനി കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കോപ്പറേഷൻ ഈസ് എ റിഫോംഡ് ഫോം ഓഫ് ക്യാപിറ്റലിസം. ക്യാപിറ്റലിസത്തിൻ്റെ ഒരു റിഫോംഡ് ഫോമാണ് കോപ്പറേഷൻ എന്ന് പറയുന്നത്. ബോത്ത് ഡിപ്പെൻഡ്സ് അപ്പോഫ് ബിസിനസ് എഫിഷ്യൻസി. ബിസിനസ് എഫിഷ്യൻസിനെയാണ് ഈ രണ്ട് സിസ്റ്റവും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ബോത്ത് സിസ്റ്റംസ് ആർ നോട്ട് ഫേവർ ഇൻ സ്റ്റേറ്റ് ഇൻ്റർഫിയറൻസ്. കോപ്പറേഷനിലും അതുപോലെ ക്യാപിറ്റലിസത്തിലും സ്റ്റേറ്റിൻ്റെ ഇൻ്റർഫിയറൻസ് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. അടുത്തത് കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. കോപ്പറേഷൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് സർവീസാണ്, എന്നാൽ ക്യാപിറ്റലിസത്തിൻ്റെ മോട്ടീവ് പ്രോഫിറ്റ്. കോപ്പറേഷൻ വർക്ക് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് സെൽഫ് ഹെൽപ്പ് ത്രൂ മ്യൂച്വൽ ഹെൽപ്പ്, ബട്ട് ക്യാപിറ്റലിസം ബേസ്ഡ് ഓൺ ദ തിയറി ഓഫ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ. Cooperation is built with men, but capitalism built with money. In capitalism, money is the power, money is the master which controls man. No exploitation in cooperation, but exploitation is in capitalism. Rich people exploits the poor people. No conflict in cooperation. അതായത് കോപ്പറേഷനിൽ സ്ട്രൈക്ക്, ഡിസ്ഹാർമണി തുടങ്ങിയ നടപടികൾ കാണാറില്ല. എന്നാൽ ക്യാപിറ്റലിസത്തിൽ കോൺഫ്ലിക്റ്റ് നടക്കുന്നു. കോപ്പറേഷൻ്റെ വെൽഫെയർ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി വെൽഫെയർ ആണ്. ക്യാപിറ്റലിസത്തിൻ്റെ വെൽഫെയർ ഇൻഡിവിജ്വൽ വെൽഫെയർ ആണ്. കോപ്പറേഷൻ്റെ കൺസിഡറേഷൻ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ്. എന്നാൽ ക്യാപിറ്റലിസത്തിൻ്റെ കൺസിഡറേഷൻ എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. ഇതൊക്കെയാണ് കോപ്പറേഷനും ക്യാപിറ്റലിസവും തമ്മിലുള്ള ഡിഫറൻസ്. അടുത്തത് സോഷ്യലിസം. സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ബിസിനസ് ഇൻഡസ്ട്രീസിൻ്റെയൊക്കെ ഓണർഷിപ്പ് സ്റ്റേറ്റിൻ്റെ കയ്യിലായിരിക്കും. സോഷ്യലിസം ഈസ് എ ഫോം ഓഫ് ഗവൺമെൻറ് ഇൻ വിച്ച് മോസ്റ്റ് ഫോംസ് ഓഫ് പ്രോപ്പർട്ടി ഇൻക്ലൂഡിംഗ് അറ്റ്ലീസ്റ്റ് ദ മേജർ മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് നാച്ചുറൽ റിസോഴ്സസ് ആർ ഓൺഡ് ഓർ കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. ഈ എക്കണോമിക് സിസ്റ്റത്തിൽ ഗവൺമെൻറ്റിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ദ എയിം ഓഫ് പബ്ലിക് ഓണർഷിപ്പ് ഈസ് ടു എൻഷുർ ദാറ്റ് പ്രൊഡക്ഷൻ ഈസ് റെസ്പോൺസീവ് ടു ദി നീഡ്സ് ആൻഡ് ഡിസയേഴ്സ് ഓഫ് ദ ജനറൽ പോപ്പുലേഷൻ ആൻഡ് ദാറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഡിസ്ട്രിബ്യൂട്ടഡ് ഇക്വിറ്റബിളി. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇക്കണോമി. സോഷ്യലിസത്തിൻ്റെ മറ്റൊരു പേരാണ് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ഇക്കണോമി. ഇവിടെ പ്രോഫിറ്റ് പോകുന്നത് സ്റ്റേറ്റിലേക്കാണ്. ക്യാപിറ്റലിസത്തിൽ പ്രോഫിറ്റ് പോകുന്നത് ഒരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിലേക്കാണ്. എന്നാൽ സോഷ്യലിസത്തിൽ പ്രോഫിറ്റ് ഗോസ് ടു സ്റ്റേറ്റ്.
സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കളക്റ്റീവ് ഓണർഷിപ്പ്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, എക്കണോമിക് പ്ലാനിംഗ്, നോ കോമ്പറ്റീഷൻ, പോസിറ്റീവ് റോൾ ഓഫ് ഗവൺമെൻറ്. ഏതൊക്കെയാണ് സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫീച്ചേഴ്സ്? കളക്റ്റീവ് ഓണർഷിപ്പ്, എക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി, എക്കണോമിക് പ്ലാനിംഗ്, നോ കോമ്പറ്റീഷൻ, പോസിറ്റീവ് റോൾ ഓഫ് ഗവൺമെൻറ്. കോപ്പറേഷനും സോഷ്യലിസവും തമ്മിലുള്ള സിമിലാരിറ്റി നോക്കാം. ബോത്ത് സിസ്റ്റം എംഫസിസ് സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽഫെയർ. സോഷ്യൽ ആൻഡ് ഹ്യൂമൻ വെൽഫെയറിനാണ് ഈ രണ്ട് സിസ്റ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. സർവീസ് മോട്ടീവ് ആൻഡ് ബോത്ത് ആർ ഡെമോക്രാറ്റിക് ഇൻ നാച്ചർ. രണ്ടും സർവീസ് മോട്ടീവാണ്. ബോത്ത് ആർ മെയിൻറ്റെയിനിങ് ഇക്കണോമിക് ഇക്വാലിറ്റി. കോപ്പറേഷനും സോഷ്യലിസവും സാമ്പത്തിക സമത്വം മെയിൻറ്റെയിൻ ചെയ്യുന്നു. നോ കോമ്പറ്റീഷൻ ഇൻ കോപ്പറേഷൻ ആൻഡ് സോഷ്യലിസം. ബോത്ത് സിസ്റ്റംസ് ആർ വർക്കിംഗ് ടു എലിമിനേറ്റ് ദ ഈവിൾ എഫക്റ്റ് ഓഫ് കോമ്പറ്റീഷൻ. കോമ്പറ്റീഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ഈ രണ്ട് എക്കണോമിക് സിസ്റ്റവും, അതായത് കോപ്പറേഷനും സോഷ്യലിസവും വർക്ക് ചെയ്യുന്നത്. ഇനി സോഷ്യലിസവും കോപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. Socialism plans to replace the capitalist system, but cooperation hopes to repair the capitalistic system. ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കോപ്പറേഷൻ വർക്ക് ചെയ്യുന്നത്. എന്നാൽ സോഷ്യലിസം ഇത് റീപ്ലേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻ സോഷ്യലിസ്റ്റ് എക്കണോമി, കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ബൈ സ്റ്റേറ്റ് ഒഫീഷ്യൽസ്, വൈൽ ഇൻ കോപ്പറേറ്റീവ് ഇറ്റ് ഈസ് ഡൺ ഡെമോക്രാറ്റിക്കലി ബൈ മെമ്പേഴ്സ്. ഡെമോക്രാറ്റിക് കൺട്രോൾ ആണ് കോപ്പറേഷനിൽ, എന്നാൽ സോഷ്യലിസ്റ്റ് എക്കണോമിയിൽ കൺട്രോൾ ഈസ് എക്സസൈസ്ഡ് ബൈ സ്റ്റേറ്റ്. In cooperatives, profit goes to its members, but in socialist economy, profit goes to state. കോപ്പറേഷനിൽ പ്രോഫിറ്റ് പോകുന്നത് മെമ്പേഴ്സിന് വേണ്ടിയാണ്, എന്നാൽ സോഷ്യലിസത്തിൽ പ്രോഫിറ്റ് ഗോസ് ടു ദ സ്റ്റേറ്റ്. Socialism is a proposed political remedy for economic ills, but cooperation proposes non-political remedy for economic development. അടുത്തത് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്ന് പറയുന്നത് എക്സ്ട്രീം ഫോം ഓഫ് സോഷ്യലിസം ആണ്. Communism is a political and economic system that seeks to create a classless society in which the major means of production such as mines and factories are owned and controlled by the public. ഇവിടെ ബിസിനസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് അല്ലെങ്കിൽ ഒരു കോമൺ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യുന്നത് പബ്ലിക്കാണ്. Communism is mainly the product of Marxian philosophy contained in the book Communist Manifesto, which was published in 1848. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത് കാൾ മാർക്സ്, ഇയർ 1848. ഇത് പബ്ലിഷ് ചെയ്ത വർഷം 1848. കമ്മ്യൂണിസവും കോപ്പറേഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, കോപ്പറേഷൻ വോളണ്ടറി അസോസിയേഷൻ ഓഫ് മെമ്പേഴ്സ് ആണ്, അതായത് വോളണ്ടറി ഫോർമേഷൻ ആണ്. എന്നാൽ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ഫോം ബൈ ഫോഴ്സ് ഓർ കമ്പൽഷൻ. കോപ്പറേഷൻ ഈസിലി അഡോപ്റ്റബിൾ ആണ്, എന്നാൽ കമ്മ്യൂണിസം കനോട്ട് ബി ഈസിലി അഡോപ്റ്റബിൾ. ഇത്രയും കാര്യങ്ങളാണ് കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. കളക്റ്റീവ് ഓണർഷിപ്പ് ഈസ് എ കോമൺ ഫീച്ചർ ഓഫ് ഡാഷ്. കളക്റ്റീവ് ഓണർഷിപ്പ് ഈസ് എ കോമൺ ഫീച്ചർ ഓഫ് ഡാഷ്. ഉത്തരം കോപ്പറേഷൻ. കോപ്പറേഷൻ്റെ ഒരു കോമൺ ഫീച്ചറാണ് കളക്റ്റീവ് ഓണർഷിപ്പ് എന്നത്. സുപ്രീം പവർ ഗോസ് ടു ഗവൺമെൻറ് ഇൻ വിച്ച് എക്കണോമിക് സിസ്റ്റം. ഏത് എക്കണോമിക് സിസ്റ്റത്തിലാണ് സുപ്രീം പവർ ഗവൺമെൻറ്റിലേക്ക് പോകുന്നത്? ഉത്തരം സോഷ്യലിസം. ഹൂ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ സോഷ്യലിസം? മോഡേൺ സോഷ്യലിസത്തിൻ്റെ പിതാവ് റോബർട്ട് ഓവൻ. സ്റ്റേറ്റ് ഈസ് സുപ്രീം അണ്ടർ സോഷ്യലിസം. ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം. ദ ഓൾഡസ്റ്റ് ഫോം ഓഫ് എക്കണോമിക് സിസ്റ്റം. ഉത്തരം ക്യാപിറ്റലിസം. കൺസ്യൂമർ എൻജോയ്സ് സുപ്രീം പവർ അണ്ടർ. കൺസ്യൂമർ എൻജോയ്സ് സുപ്രീം പവർ അണ്ടർ ക്യാപിറ്റലിസം. Under capitalism, the entire means of production and distribution of goods and services are vested in the hands of. Under capitalism, the entire means of production and distribution of goods and services are vested in the hands of private individuals. The pattern of conducting different economic activities for the satisfaction of human want is known as. The pattern of conducting different economic activities for the satisfaction of human want is known as economic organization. Dash is a reformed form of capitalism. Cooperation. Cooperation is a reformed form of capitalism. Minimum government intervention is the main feature of. Minimum government intervention is the main feature of capitalism. Profit motive is the main feature of
Profit motive is the main feature of capitalism. കോപ്പറേഷൻ ആൻഡ് അതർ എക്കണോമിക് സിസ്റ്റം ഈ ഒരു ടോപ്പിക് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്